ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറ്റ് മാനിയ. ടാറ്റ IPL 2025 മാച്ച് നമ്പർ 49. ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് പഞ്ചാബ് കിങ്സ്. ടോസ് നേടി ചെന്നൈ സൂപ്പർ കിങ്സിനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു പഞ്ചാബ് കിങ്സ്. ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ 19.2 ഓവറിൽ 190 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ചെന്നൈക്കായി സാം കറൻ്റെയും ഡെവാൾഡ് ബ്രേവിസിൻ്റെയും ഒരു ഇന്നിങ്സ് മാത്രമാണ് പ്രതീക്ഷ നൽകിയത്. 47 പന്തിൽ 88 റൺസ് അടിച്ച് സാം കറനും 26 പന്തിൽ 32 റൺസ് അടിച്ച് ഡെവാൾഡ് ബ്രേവിസും ചേർത്ത് നിന്നപ്പോൾ CSKയുടെ സ്കോർ 190-ലെത്തി. ചെന്നൈയുടെ പവർ ഹിറ്ററായ ശിവൻ ദൂബെ 6 റൺസുമായി ഔട്ടായത് ചെന്നൈക്ക് വളരെ നിരാശയായിരുന്നു. ശിവൻ ദൂബെക്ക് അവസാന ഓവറുകളിൽ സിക്സറുകൾ അടിച്ച് ടീമിൻ്റെ സ്കോർ 200 കടത്താമായിരുന്നു. പക്ഷേ താരത്തിൻ്റെ ഔട്ട് ഓഫ് ഫോം തന്നെയാണ് CSK 190-ൽ ഒതുങ്ങിയത്. ഒരു 10 റൺസ് കൂടി CSK നേടിയിരുന്നെങ്കിൽ കളി ഒന്നും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നേനെ. അവസാന 2 പന്തുകൾ ബാക്കി നിൽക്കെയാണ് പഞ്ചാബ് കിങ്സ് വിജയലക്ഷ്യം കണ്ടത്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ ഇന്നിങ്സ് തന്നെയാണ് പഞ്ചാബിന് വിജയലക്ഷ്യം ഇത്ര എളുപ്പമാക്കി കൊടുത്തത്. 41 പന്തിൽ 72 റൺസാണ് താരം നേടിയത്. ഓപ്പണിങ്ങിൽ നല്ലൊരു മികച്ച കൂട്ടുകെട്ടാണ് പഞ്ചാബിന് കിട്ടിയത്. 15 പന്തിൽ 23-മായി പ്രിയാൻ ഷാരിയും 36 പന്തിൽ 54 റൺസുമായി പ്രഭ് സിമ്രാൻ സിംഗും തുടങ്ങിയപ്പോൾ പഞ്ചാബിൻ്റെ ഇന്നിങ്സ് ഒന്നും കൂടി ഈസിയാകുകയായിരുന്നു. അവസാനം വന്ന ശശാങ്ക് സിംഗിൻ്റെ ഒരു വെടിക്കെട്ട് ഫിനിഷിംഗ് ആണ് നമ്മൾ കണ്ടത്. 12 പന്തിൽ 23 റൺസ് അടിച്ച് 2 സിക്സറുകളും ഒരു ഫോറുമാണ് താരം നേടിയത്. 191.67 താരത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് വന്നത്. എന്തായാലും അവസാനം വരെ ത്രില്ലിംഗ് ആയിരുന്നു മാച്ച്. ഈ മാച്ചിൽ CSKയ്ക്ക് വേണ്ടി തിളങ്ങാൻ ഒരു ബൗളേഴ്സിനും സാധിച്ചില്ല. ആകെ സാധിച്ചത് കെലിൽ അഹമ്മദിന് മാത്രമാണ്. 3.4 ഓവർ എറിഞ്ഞ കെലിൽ അഹമ്മദ് 28 റൺസ് കൊടുത്തപ്പോൾ 2 വിക്കറ്റുകൾ CSKയ്ക്ക് വേണ്ടി. സ്വാഭാവികമായും എല്ലാ കളിയിലും കെലിൽ അഹമ്മദ് തന്നെയാണ് ഇപ്പോൾ CSKയുടെ ബൗളിംഗ് ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് വരുന്നത്. താരം മാത്രമാണ് CSKയ്ക്ക് ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നത്. എന്നാൽ പഞ്ചാബ് കിങ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ യുസ്വേന്ദ്ര ചഹലിൻ്റെ ഒരു ഹാട്രിക്കാണ് ഈ മത്സരത്തിൽ നമ്മൾ കണ്ടത്. ഹാട്രിക് എന്നെ സംബന്ധിച്ചിടത്തോളം CSK ബാറ്റേഴ്സിൻ്റെ ഫ്ലോപ്പ് എന്ന് തന്നെയാണ് അതിൽ പറയേണ്ടത്. ദീപക് ഹുഡയും അൻഷുൽ കമ്പോജും പിന്നെ വന്ന നൂർ അഹമ്മദിനെയും കളഞ്ഞാണ് യുസ്വേന്ദ്ര ചഹൽ ആ ഹാട്രിക്ക് നേടിയത്. എന്തായാലും CSK ബാറ്റേഴ്സിൻ്റെ വളരെ ഔട്ട് ഓഫ് ഫോമാണ് നമുക്ക് ആ ഓവറിൽ കാണാൻ സാധിച്ചത്. ബാക്കിയുള്ള ബൗളേഴ്സിനെല്ലാം കണക്കിനടിച്ചാണ് സാം കറനും ഡെവാൾഡ് ബ്രേവിസും ഔട്ടായത്. യുസ്വേന്ദ്ര ചഹലിന് കണക്കിനടി കിട്ടുമ്പോൾ ശ്രേയസ് അയ്യർ ഒറ്റ ഓവറാണ് യുസ്വേന്ദ്ര ചഹലിന് കൊടുത്തത്. പിന്നെ സാം കറനും ബ്രേവിസും ഔട്ടായി കഴിഞ്ഞ് മാത്രമാണ് ചഹലിനെ പഞ്ചാബ് കിങ്സ് ബൗളിങ്ങിന് കൊണ്ടുവന്നത്. ഇതായിരുന്നു ഇന്നലത്തെ കളിയുടെ ഒരു സ്കോർ കാർഡ്. മികച്ച താരമാരാൻ നോക്കുകയാണെങ്കിൽ സാം കറൻ തന്നെയാണ്. പക്ഷേ പ്ലെയർ ഓഫ് ദ മാച്ചായി കിട്ടിയിരിക്കുന്നത് ശ്രേയസ് അയ്യറിനാണ്. കാര്യം തൻ്റെ ഇന്നിങ്സ് കൊണ്ട് തന്നെയാണ് പഞ്ചാബ് കിങ്സ് ഇന്നലെ കളി ജയിച്ചത്. എന്നാലും ഒറ്റയ്ക്ക് പോരാടിയ സാം കറനെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. കാര്യം 47 പന്തിൽ 88 റൺസാണ് CSKയ്ക്ക് വേണ്ടി സാം കറൻ നേടിയത്. രുദ്രാജ് ഗെയ്ത്വാദ് ഇഞ്ചുറി ആയിട്ട് പുറത്തു പോയപ്പോൾ CSKയുടെ ബാറ്റിംഗ് വളരെ നിരാശയായിരുന്നു. എന്നാൽ സാം കറൻ ഇപ്പോൾ CSKയുടെ ഒരു വൺ ഡൗണായി വന്ന് നല്ല മികച്ച ഒരു ബാറ്റിംഗ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സാം കറനെ ലേലത്തിൽ തിരിച്ചെത്തിച്ചത് CSKയ്ക്ക് ഗുണം ചെയ്തിരിക്കുന്നു. പക്ഷേ ഇച്ചിരി വൈകിപ്പോയെന്ന് മാത്രം. എന്തായാലും ജഡേജയും ഡെവാൾഡ് ബ്രേവിസും താരത്തിന് ഒപ്പം നല്ലൊരു കൂട്ടുകെട്ട് തന്നെയാണ് കൊടുത്തത്. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഇതുപോലുള്ള പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റ്സിനായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.